ഹലോ ഗായ്സ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിറ്റ് ടോക്സ്. ഇന്ന് നമ്മൾ ലോകം നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിനെ പറ്റി സംസാരിക്കാൻ പോവുകയാണ്. പ്രശ്നമാണോ എന്ന് നമുക്ക് സംസാരിക്കാം. എന്തായാലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഇന്ന് കലിപ്പിലല്ല, എനിക്ക് മൂക്കൊലിപ്പാണ്. സൗണ്ട് മാറ്റം അതുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും മൂക്കൊലിപ്പുണ്ടല്ലോ. എനിക്കില്ല. എനിക്കുണ്ട്. ദീപുന് ഇപ്പൊ തുടങ്ങി. നമ്മുടെ എഡിറ്റർക്ക് കഴിഞ്ഞ ആഴ്ച പനിയായിരുന്നു. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു അഡിക്ഷനാണ് അല്ലേ? എനിക്ക് മനസ്സിലായി. മൂക്കൊലിപ്പായിട്ട് ബന്ധമുള്ള സാധനമല്ലേ? മൂക്കൊലിപ്പായിട്ട് ബന്ധമുള്ള സാധനമൊന്നുമല്ല. അഡിക്ഷൻ എന്താ? പിന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്മാർട്ട് ഫോൺ അഡിക്ഷനെ പറ്റിയാണ്. അല്ലേ? എല്ലാ പ്രായക്കാരും ഒരുപോലെ അഡിക്റ്റ് ആകുന്ന ഒരു സംഭവമാണ് ഇത്. ശരിക്കും ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പിള്ളേർക്ക് ഫോൺ കൊടുക്കരുത് എന്നുള്ളത്. നമുക്ക് പിള്ളേർക്ക് ഫോൺ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഫോൺ കിട്ടിയതിനെ പറ്റി പറ. നീ സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആണ്, നിന്റെ സ്മാർട്ട് ഫോൺ ഉപയോഗത്തെ പറ്റി പറ. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ആദ്യം തന്നെത്താൻ. എന്നാൽ ശരി, ഞാൻ തുടങ്ങാം. ഞാനൊരു സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആണ്. മറ്റേ ഈ കൗൺസിലിങ്ങോ മറ്റേ ഞാനൊരു സെക്സ് അഡിക്റ്റ് ആണ്. എനിക്ക് എപ്പം ഞാനൊരു സ്മാർട്ട് ഫോൺ അഡിക്റ്റ്. എനിക്ക് തോന്നുന്നു സ്ക്രീൻ ടൈം 5-6 മണിക്കൂർ. പക്ഷെ ഞാൻ കുറയ്ക്കാൻ നോക്കും. ഞാൻ മറ്റേ ഡിജിറ്റൽ വെൽനസ് പ്രോഡക്റ്റ് മറ്റേ ഗൂഗിൾ ആപ്പിളിലും ഒക്കെ ഉണ്ട്, നമുക്ക് ലിമിറ്റ് വെക്കാൻ പറ്റും. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് പോലെയാണ്. കാരണം അവർ നമ്മളെ മുതലെടുക്കണത് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമും അതുപോലെയുള്ള ആപ്സും വളരെയധികം എടുത്ത് അത് വിറ്റ് ജീവിക്കുന്ന കമ്പനികളാണ് മെറ്റ തുടങ്ങിയ ബൂർഷുകളുടെ എതിരെ. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാ. അല്ല, ഞാനും ഇൻസ്റ്റാ വല്ലാണ്ട് യൂസ് ചെയ്യുന്ന ആളാണ്. റീൽസ് ജോൺ ഫസ്റ്റ് ഓഫ് ഓൾ ജോണിന്റെ ഒരു അഡിക്ഷൻ ആണെന്ന് ജോൺ അംഗീകരിക്കുന്നുണ്ടോ? സമ്മതിക്കും. അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു സംഭവമല്ലേ. അതായത് നമ്മൾ എല്ലാത്തിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കൂലേ. അതായത് എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളപ്പോഴും ഞാൻ അതിനു വേണ്ടി സമയം കൊടുക്കുകയാണ് അഡിക്ഷൻ എങ്കിൽ എനിക്ക് അഡിക്ഷൻ അല്ല. എനിക്ക് ഒരു പണിയില്ല. മിക്കവാറും പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നത് ചെയ്യുന്നത്. സത്യത്തിൽ അത് ചെയ്യുന്നത് കൊണ്ടാണ് പുള്ളിക്ക് പണിയില്ലാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് റീൽസ് കാണുന്ന ആരെങ്കിലും കേരളത്തിൽ സാധാരണ ഒരു അഡിക്റ്റ് അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് ജോൺ. അതായത് നിങ്ങളുടെ ജീവിതശൈലി ഈ ഒരു അഡിക്ഷന്റെ അറൗണ്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നതാണ് അല്ലേ? നിങ്ങൾ കൂടുതൽ വർക്ക് എടുക്കാതെ പണിയില്ലാതെ റീല് കാണുന്നതാണ്. അതെ. അതായത് ഒരു കുടിയൻ രാവിലെ എഴുന്നേറ്റിട്ട് രാവിലെ അടിക്കണം വിറയ്ക്കുന്നതെന്ന് പറയുന്നത് പോലെയാണ് ജോൺ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് മുന്നേ വിശന്ന് കിടന്നാൽ ഏതവസ്ഥയിലാണെങ്കിൽ ജോൺ ആദ്യം കുറേ സമയം ഇൻസ്റ്റ ഉപയോഗിച്ച് നെറ്റിന്റെ ഒരു ഭാഗം തീർത്തതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ചിലപ്പോൾ വാട്സാപ്പിൽ ഒരാളെ മെസ്സേജ് ചെയ്യാനായിരിക്കും പോകുന്നത്, പക്ഷെ അറിയാതെ ഇൻസ്റ്റ തുറന്ന് ഇൻസ്റ്റ. അത് ഭയങ്കര ഒരു സംഭവം. നമ്മുടെ അടുത്ത് ഇപ്പോൾ വാട്സാപ്പിൽ ഒരു സാധനത്തിന് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കണം, അല്ലെങ്കിൽ വല്ല പേയ്മെന്റിന്റെ സാധനം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാവും നമ്മള് ഫോൺ എടുത്തുണ്ടാവും. പിന്നെ ഇൻസ്റ്റ എടുക്കും, റീൽസിലേക്ക് കയറും, പിന്നെ ആ ചെയ്യാനുള്ളത് എടുത്ത് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് നമ്മൾ സ്റ്റോറി കണ്ട് അറിയാതെ ഏതെങ്കിലും ഒരുത്തന്റെ റീലിൽ കയറിയ തീർന്നു. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ആ ഒരു ബോധം പറഞ്ഞ എന്തോ ചെയ്യാനുണ്ടെന്ന്. അതുകൊണ്ടാണ് നമുക്കും വ്യൂ വരുന്നുള്ള കാര്യം ഓർത്തോ. അതുണ്ട്. അല്ല, ജീവിതത്തിനെ പറ്റി ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു പ്രൊഡക്ടിവിറ്റി ഫ്രീക്ക് ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് സ്മാർട്ട് ഫോൺ കുറയ്ക്കണം, ഉപയോഗം കുറയ്ക്കണം. ഇതിൽ ഞാൻ ക്ലിയർലി ഒരു ഡേഞ്ചർ കാണുന്നുണ്ട്. അല്ല, ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയൊക്കെ വളരെയധികം കുറയുന്നു. ഒരിക്കലും ബാധിക്കില്ല. ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ തരുള്ളൂ. അല്ല, എനിക്ക് ചില രാത്രികളിൽ ഞാനാണ് ഈ ഫോൺ നോക്കി ഇരുന്ന്. അതായത് ജോൺ കറക്റ്റ് സമയത്ത് ഉറങ്ങിയിട്ട് അലാറം വെച്ച് എഴുന്നേറ്റ് റീൽ കാണുന്നത് ജോൺ. അല്ല, എനിക്ക് ഞാൻ ഒരു 6:30-7 മണിക്ക് ഞാൻ എഴുന്നേക്കും. അപ്പൊ എന്റെ അടുത്ത് ഫോൺ ഉണ്ടാവും. ഞാൻ എഴുന്നേറ്റ് വഴി ചിലപ്പോ ഫോൺ എടുക്കും. നമുക്കൊരു സിനാരിയോ. ജോൺ രാവിലെ 6 മണിക്ക് 7 മണിക്ക് എഴുന്നേക്കുന്നു. ജോണിന്റെ അടുത്ത് ജോണിന്റെ ഭാര്യയുണ്ട്, ജോണിന്റെ ഫോണുണ്ട്. ജോൺ ഏത് ആദ്യം എടുക്കും? ഭാര്യ നല്ല ഉറക്കായിരിക്കും. ശല്യപ്പെടുത്തുന്നത് അവൾക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഫോൺ എടുത്ത് വെച്ച് കണ്ടോണ്ടിരിക്കും. ഈ പുള്ളിയുടെ ഏറ്റവും വൃത്തികെട്ട സാധനം, പുള്ളി ഹെഡ്സെറ്റ് ഉപയോഗിക്കൂല. ആ ഒരു ജനറേഷൻ ആണ് പുള്ളി മറ്റേ ഹെഡ്സെറ്റ് ഉപയോഗിക്കാതെ. ഈ രാവിലെ നമ്മള് ചിലപ്പോ വല്ല പരിപാടിക്കൊക്കെ പോയ ഒരു റൂമിലാണെങ്കിൽ രാവിലെ ഞാനൊന്നത്തിന് കിടക്കുമ്പോൾ വെളുപ്പിന് 4 മണി 5 മണിയാവും. അവിടത്തേക്ക് നോക്കുമ്പോൾ ഒരു 6-6:30 ആകുമ്പോൾ തുടങ്ങും അപ്പുറത്ത് വന്ന് റീൽസ് അത് പറഞ്ഞ് തൊട്ടിക്കൊണ്ടിരിക്കും. ഞാനപ്പോൾ അവിടെ ഉറക്കത്തിൽ തപ്പി എടുത്തിട്ട് ഇത് വെച്ചോ ഇയർബഡ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ തീരെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാത്തല്ല.
ഞാൻ ജോണിന്റെ ഹെഡ്സെറ്റ് കണ്ടിട്ടില്ല ഇതുവരെ. ജോൺ ഹെഡ്സെറ്റ് ഉണ്ട്, ജോൺ മറ്റേ വള്ളി ഹെഡ്സെറ്റ് ഉണ്ട്, കഴുത്തിലിടുന്ന ബ്ലൂടൂത്ത്. ഒരു 4-4 അത് ഉപയോഗിക്കും വെളുപ്പിന്. അതിനും ഹെഡ്സെറ്റ് ഉപയോഗിക്കാം. ജോണിന് ഡബ്ബിയും തന്നെ സൗണ്ട് കുറച്ച് വെച്ചിട്ട്. നമുക്ക് ഇത്രയും അവൈലബിൾ ആക്കില്ല സാധനം അല്ലേ, വാല്യൂ പോകൂലേ? സ്മാർട്ട് ഫോണിൽ കൂടെ കിട്ടുന്ന വേറെ പല എന്റർടൈൻമെന്റും ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ അല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനൊരു എഫേർട്ട് ഇടണമായിരുന്നു കാണാൻ. നീ ഉദ്ദേശിക്കുന്നത് പോണാണോ? അതെ. ഈ വേളയിൽ KDKSRTC എന്താണ് പറയണം, പുറത്ത് പറയണം. KDKSRTC അറിയത്തില്ല? KDKSRTC അറിയത്തില്ല ശരിക്കും? ഞാൻ പറയാം. ദീപക് മോഹൻ ഒരു അൾട്രാ പഠിപ്പിയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ. ഇത് ആൾക്കാര് ആൾക്കാര് പറയുന്നതാണ്. അപ്പം അതായത് മറ്റേ അറിയാലോ പഴയ എപ്പിസോഡിലുള്ള മറ്റേ ദീപക് മോഹൻ, കുറച്ച് ഇതൊക്കെ ഉള്ള മറ്റേ നേട് ദീപക് മോഹൻ. പക്ഷെ ദീപക് മോഹന്റെ ഓവർ ബ്രില്യൻസ്, ദീപക് മോഹൻ ഒരു വൃത്തികെട്ട കളിയും കൂടെ കളിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. അതായത് എക്സാം ആകുമ്പോൾ ദീപക് മോഹനാണല്ലോ ടോപ്പ്. അപ്പോൾ ദീപക് മോഹൻ ബാക്കി ആൾക്കാരെ ഇതിനകത്തുനിന്ന് ഒന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടി ദീപക് മോഹൻ ഇറക്കിയിരുന്ന ചീപ്പ് ട്രിക്കാണ്. എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്ക് ദീപക് മോഹൻ പിള്ളേരെ വഴിതെറ്റിക്കാൻ വേണ്ടി ദീപക് മോഹൻ ഫോൺ സൈറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ അക്കൗണ്ട് അല്ല, അപ്പൊ അതിന്റെ പാസ്വേഡാണ് KDKSRTC. അപ്പൊ ഈ അക്കൗണ്ടും കൊടുത്ത് ഈ പാസ്വേഡും കൊടുത്തു വിടും പിള്ളേർക്കെല്ലാം. പിള്ളേരെല്ലാരും പോയി ഫോണിനകത്തായി പോകും. ദീപക് മോഹൻ പഠിച്ച റാങ്ക് അടിക്കും. 3 Idiotsനകത്ത് മറ്റൊരു അത് 3 Idiots വന്നിട്ടാണ് ആൾക്കാർ ഇങ്ങനെ കഥയാക്കിയത്. ഞാനാണെങ്കിൽ ജനറലി പണ്ടേ കൂളായിരിക്കാൻ നോക്കുന്ന ആളാണ്. അപ്പോൾ ഒരു സമയത്ത് തുണ്ടാണല്ലോ, പിന്നെ കഞ്ചായി, പിന്നെ കോമഡിയായി, എല്ലാ ഫേസിലും കൂളായിരിക്കേണ്ട ഒരു നീഡ് എനിക്കുണ്ട്. അപ്പോൾ അന്ന് ഞാനാണെങ്കിൽ ഇങ്ങനെ തുണ്ട് പറയുമ്പോഴാണല്ലോ നമുക്ക് ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മറ്റേ നമ്മൾ ഈ ACവിൽ സാറ്റർഡേ നൈറ്റ് വരുന്ന സാധനം കണ്ടിട്ട് ഞാനിങ്ങനെ മൺഡേ പോയി സംസാരിക്കുക അതിനെപ്പറ്റി. അപ്പോൾ നമുക്ക് ആൾക്കാർ കേൾക്കുന്നു, ചിരിക്കുന്നു, നമുക്കൊരു വാലിഡേഷൻ കിട്ടുന്നു. അല്ലെങ്കിൽ ഞാനൊരു ബോറ് പഠിപ്പിക്കുകയാണല്ലോ, അതൊരു കൂതറ ഇമേജ് അല്ല. ആ ഇമേജ് ബ്രേക്ക് ചെയ്യാതല്ലേ നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുള്ളൂ. അങ്ങനെ ഞാനങ്ങനെ ഒരു തുണ്ടനായി ഇട്ട. അപ്പോൾ അങ്ങനെ പിന്നെ ഇരിക്കുമ്പോൾ malayalampadam.com എന്ന് പറഞ്ഞൊരു സൈറ്റ് വരുന്നു. അതിൽ മറ്റേ ഇപ്പൊ ഉണ്ടോന്ന് പറഞ്ഞോ malayalampadam.com ഡിസ്ക്രിപ്ഷനിലിടാം. അതിലീ മറ്റേ അത് നിനക്ക് വേണ്ടി ഞാൻ വേറൊരു ഫോണിന് വന്നൊരു സെഷൻ തന്നെ നമുക്ക് ചെയ്യാം ഒരു ദിവസം. ഈ malayalampadam.com വരുന്നത് സ്ലിപ്പ്, അങ്ങനെ ചെറിയ ഫോട്ടോ എന്ന് വെച്ചാൽ ഫോട്ടോസ് പെട്ടെന്ന് സ്ലിപ്പ് ഇത്രയും നേരം മൂക്കൊലിച്ച ചാടി വീണുണ്ട്. നീ വല്ല ഒലിപ്പായി അല്ലേ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു KDKSRTC. ഇത് ഞാനിങ്ങനെ ഞാനപ്പോൾ എല്ലാവർക്കും, ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണല്ലോ, ഓപ്പൺ മനുഷ്യൻ എന്ന് വെച്ചാൽ ഞാൻ എല്ലാവർക്കും അത് പറയുന്നത്. അതെ. അപ്പം ഞാനിങ്ങനെ എല്ലായിടത്തും പോയി പറയുന്നു, എടാ malayalampadam.com സൂപ്പറാണ്, KDKSRTC, KDK യൂസർ നെയിമും KSRTC പാസ്വേഡുമാണ്. അപ്പൊ പിന്നെ അവസാനം അങ്ങനെ അവസാനം എന്നെ എല്ലാരും KDKSRTC. അതിലെന്താന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് പോലെയാണ്. അതിലെന്തോ 5 പേർക്ക് കയറാൻ, അവസാനം കയറാൻ പറ്റണില്ല. എനിക്ക് പ്രൊഫൈൽ ഉണ്ടായിരുന്നു, ക്രിസ്റ്റഫർ ലൂയിസ് എന്ന് പേര്. അത് ഫോൺ സെറ്റ് തുടങ്ങുന്നത് നമ്മളവിടെ പോയിട്ട് ഇത് നിർത്തണം, ഇത് ശരിയായിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോഴുള്ളൂ. നമ്മള് അല്ല, അപ്പൊ ഞാനാണെങ്കിൽ ഇതുപോലെ ചിലന്മാർ വന്നിട്ട് ഇത് ബുദ്ധിമുട്ട് പറയും, ഇങ്ങനെ കാണാൻ പറ്റുന്നത്. നമ്മളും സഹായ മനസ്കതയാണല്ലോ, നമ്മൾ ഇതുപോലെ അക്കൗണ്ട് കൊടുക്കും. അവൻ ക്രിസ്റ്റഫർ ഇത് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് അക്കൗണ്ട്, അതുകൊണ്ട് പാസ്വേഡ് പറയൂല. അപ്പം ബാക്കിയും പറയുന്നില്ല. അത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം നമ്മൾ വെളുപ്പിന് 2:30 കയറുമ്പോഴേ അനദർ യൂസർ ഈസ് യൂസിങ് ദിസ് അക്കൗണ്ട്, മൾട്ടിപ്പിൾ യൂസേഴ്സ് ലോഗിൻ എന്നൊക്കെ കാണിക്കും. അപ്പോഴത്തേക്ക് ഷെബിനെ വിളിക്കുകയൊക്കെ ചെയ്യും. ഒരു എൻ്റെ ഒക്കെ ഒരു ജനറേഷന് തുണ്ട് കാണാനെടുത്ത എഫർട്ടിന്റെ കഥ തന്നെ പറയാറുണ്ട്. വർക്ക് ചെയ്യാത്ത CD പ്ലെയർ. അങ്ങനെ ഉണ്ടെങ്കിൽ ഫോണിനെ പറ്റി തന്നെ നമുക്ക് വേറൊരു പോഡ്കാസ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഫോണിനെ കുറിച്ച് സ്മാർട്ട് ഫോൺ വന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും ആക്സസ് ഭയങ്കര എളുപ്പമായി. അതെ, എന്റർടൈൻമെന്റും അതുപോലെ തന്നെയല്ലേ. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാം എടുത്താൽ ഇതേപോലെ ശരിക്കും ആ അൽഗോരിതം ഭയങ്കര ഇൻട്രൂഷൻ ടു പ്രൈവസിയും എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന സാധനം എല്ലാം കേൾക്കുന്നുണ്ട്. ഇപ്പം ആഡൊക്കെ വരുന്നത് എന്തായാലും
ഇൻസ്റ്റാഗ്രാമിന്റെ പാറ്റേൺ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി മാത്രമല്ല അവർ നമ്മൾ പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ട്. വാട്സാപ്പിൽ നിന്നൊക്കെ അവർ ലേറ്റസ്റ്റ് സുലഭമായിട്ട് സാധനത്തിനെ പറ്റിയൊക്കെ പരസ്യം വരും, എല്ലായിടത്തും പരസ്യം വരും. അതും ഭയങ്കര പെർസിസ്റ്റന്റ് ആയിട്ട് പരസ്യം വരും. അവര് പല ഫോർമാറ്റ് കാണിച്ച് എന്റെ കൂട്ടുകാർ ഡേറ്റിന് പോയപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ മറ്റേ സജഷൻ വന്ന് സെർച്ച് ബാറിന്റെ ഇവിടെ സെർച്ച് ഫോർ കോണ്ടംസ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. നമ്മുടെ മനസ്സിലായി. അല്ല, നമ്മള് എത്തിച്ചു വെച്ചിരിക്കുന്ന ഈ വികസനത്തിന്റെ ഒരു ചെറിയ ഡ്രോബാക്ക് അടിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ. അതായത് നമുക്ക് ഭയങ്കര കിട്ടില്ല, ഡ്രോബാക്ക് ആയിരിക്കുമോ എനിക്കറിയില്ല. അങ്ങനെയല്ല, അപ്പുറം ഇപ്പുറം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണിത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയാ, ഇന്ന് ബേസിക് സംഭവം നെറ്റിലൊരു സാധനം ഉണ്ടെങ്കിൽ അതിന് പ്രൈവസി ഇല്ല. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഉപയോഗിക്കുക ചെയ്യണം. ഇതൊരു വലിയൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ നമ്മള് പ്രൊഡക്റ്റ് ആണ്. ഏറ്റവും ബേസിക് ഒരു സാധനം എന്ന് പറയുന്നത് ഒരു സാധനം ഫ്രീ അല്ല. ഇൻസ്റ്റാഗ്രാം ഫ്രീ ആണെന്ന് വിചാരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം നമ്മൾ ഫ്രീ അല്ല. നമ്മളാണ് അവിടുത്തെ പ്രൊഡക്റ്റ്, നമ്മളവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മളും നാളെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഇത് വലിയൊരു സാധ്യത കൂടിയാണ്. ഒരു നമ്മൾ തന്നെ നമ്മുടെ ടിക്കറ്റ് സെയിലിന് ഇൻസ്റ്റാ ത്രൂ ഒരു പരസ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് പേപ്പറിന്റെ ഇടയിൽ ഒരു നോട്ടീസ് വെച്ചിടുമ്പോൾ ഇത് ആവശ്യമുള്ളവനും ആവശ്യമില്ലാത്തവന്റെ ഒക്കെ അടുത്തേക്ക് എത്തും. ഇൻസ്റ്റ പോലത്തെ ഒരു സാധനം ഇതുപോലെ നമ്മളുടെ എല്ലാവരുടെയും ഡാറ്റ കളക്ട് ചെയ്യുന്നത് പച്ചയായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ നാളെ നമ്മളൊരു പ്രൊഡക്റ്റ്, ഏതൊരാളും ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ അയാൾക്ക് ആവശ്യമുള്ള ഒരു കസ്റ്റമറിന്റെ അടുത്തേക്ക് മാത്രം പരസ്യം പോയാൽ മതി എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് പരസ്യം വിടാൻ പറ്റുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അത് ഇനി അംഗീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു സംഭവം മാത്രമല്ല, ആർക്കും ഒരു പ്രൈവസി ഇല്ല. പക്ഷെ ഇത് വെച്ചിട്ട് കുറെ മാനിപ്പുലേഷൻ നടക്കുന്നില്ല, ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും. ഇപ്പൊ എൻ്റെ അച്ഛനൊക്കെ യൂട്യൂബില്, പുള്ളിക്ക് യൂട്യൂബ് അൽഗോരിതത്തിന്റെ ഐഡിയ അങ്ങനെ മനസ്സിലായിട്ടില്ല. പുള്ളി ഇതൊരു കസ്റ്റം സാധനമായിട്ടല്ല കാണുന്നത്. അപ്പൊ പുള്ളി ഫോളോ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ പുള്ളിക്ക് വരുന്നുള്ളൂ. അപ്പം പുള്ളി വിചാരിച്ചിരിക്കുന്നത് ഇത് മാത്രമാണ് എല്ലാവർക്കും ലോകത്ത് നമ്മള് നമ്മുടെ ഇത് ഈ കാണുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മള് ജഡ്ജ് ചെയ്യണത്. ഇത് ലോകത്ത് കംപ്ലീറ്റ് പ്രശ്നമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതും നമ്മൾ എന്റർടൈൻഡ് ആവുന്നതും ഈ വീഡിയോകളിലാണ്. അപ്പൊ ഫീഡിൽ വന്നോണ്ടിരിക്കുന്നത് മുഴുവൻ ഈ വീഡിയോസ്. അപ്പൊ നമ്മുടെ വിചാരം എന്റെ ദൈവം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂലേ, ബോംബ് വീഴും തലയിൽ നിന്നുള്ളൊരു ഫീൽ ആയിട്ടുണ്ട്. നമ്മള് അച്ഛൻ, നീ പറഞ്ഞെങ്കിൽ അച്ഛൻ മാത്രമല്ല എല്ലാവരും, അതായത് പ്രായഭേദമന്യേ എല്ലാവരും സ്മാർട്ട് ഫോണിൽ പകുതി ഡിപ്പെൻഡന്റ് ആൻഡ് അതിൽ വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ ഫീഡിൽ വരുന്ന സാധനങ്ങളാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. അതാണ് ആൾക്കാർ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അത് കുറെ ഇലക്ഷനൊക്കെ വരുമ്പോൾ നമ്മുടെ ഫീഡിൽ കുറെ സാധനം നമ്മളൊരു പാർട്ടിയെ ഫേവർ ചെയ്ത് കാണും. റിസൾട്ട് വരുമ്പോൾ തിരിച്ച് മറിയുന്നതൊക്കെ അതിന്റെ ബേസാണ്. നമ്മുടെ അജണ്ടയും നമ്മുടെ ഐഡിയോളജി അങ്ങോട്ടായതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കിൽ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ സ്മാർട്ട് ഫോൺ മാത്രമല്ല, ഡേറ്റ ഇത്രയും ചീപ്പായതാണ് ഒരു ഭയങ്കര. കാരണം പണ്ട് നമ്മൾ ഒരു ലിമിറ്റിലെ കാര്യങ്ങൾ കാണുകയുള്ളായിരുന്നുള്ളൂ. പണ്ട് എത്ര പാട്ട് കേൾക്കാൻ പറ്റും. ഡേറ്റ ഒരു GB പെർ ഡേ കിട്ടണ പാക്കൊക്കെ വന്നതിന് മാസം GB അല്ല, മാസം ഒരു GB ഞങ്ങൾ 29 രൂപയ്ക്കൊക്കെ 120 MB GB പരിപാടി നടക്കത്തില്ല. ഫേസ്ബുക്കൊക്കെ നോക്കാൻ ഒരു 3-4 ദിവസമൊക്കെ കത്തിച്ച് പിശുക്ക് ഇത് ഡേറ്റ തീരുന്നോർത്തൊക്കെ നിർത്തും. അംബാനി ഒരു ദിവസം വന്നത് മൊത്തം ഫ്രീ ആക്കി. അങ്ങനെയാണ് ഇത്രയും. അതിനെ നീന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു സംഭവം നെറ്റ് ഇത്രയും ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ തുടങ്ങിയോട് കൂടിയിട്ടാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഡെവലപ്പ് ആയത്. യൂട്യൂബ് നമ്മളിപ്പോ പാട്ട് കേൾക്കണ യൂട്യൂബിലൊക്കെയാണ് അല്ലേ. ഈ ഒരു എന്താ അഹങ്കാരമാണ് അല്ലേ അത്. അല്ല, എനിക്ക് BSNL സിം ആയിരുന്നു എൻ്റെ. അപ്പൊ 3G ആണല്ലോ. എനിക്ക് ജീവിതത്തിൽ ഞാൻ യൂട്യൂബ്, അതായത് പറഞ്ഞാൽ മറ്റേ സ്റ്റാൻഡപ്പ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു പറഞ്ഞിട്ടിരുന്ന വേഗം കരുത് ബഫറിങ്ങാ ഒരു സാധനം. ഇപ്പൊ അല്ലെ പിന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കാണണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെക്കും കുറേ നേരം ഓണാക്കി. അപ്പൊ ഇത്ര ആകുമ്പോൾ അവിടം വരെയൊക്കെ കണ്ടിട്ട് പിന്നെ വെയിറ്റ് ചെയ്യും, ബാക്കി ഇതാവും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പാറ്റേൺ ഇല്ല. യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നൊരു പാറ്റേൺ ചെയ്യാൻ പറ്റാറില്ല. പിന്നെ 4Gയിലോട്ട് മാറിയിട്ടാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നിന്റെ സ്മാർട്ട് ഫോൺ ഫസ്റ്റ് കൈ കിട്ടിയതായിരുന്നു? ഞാൻ ചേച്ചിയെ, കാരണം നമ്മൾ ഈ +2 കഴിഞ്ഞ് ഇത്ര പ്രായമായാലും തരും എന്നുള്ള സാധനമുണ്ടല്ലോ, കമ്പ്യൂട്ടർ എടുത്ത് തരാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചേച്ചിക്ക്, അപ്പം ചേച്ചി +2 എന്തോ ആയിരുന്നു, ഞാൻ 10ലും. അപ്പോൾ ഞാൻ ചേച്ചിക്ക് വേണ്ടി എന്നുള്ള പേരിൽ അങ്ങനെ പ്രഷർ ചെയ്ത് സാംസങ്ങിൻ്റെ ഒരു സ്റ്റാർ പ്രോ എന്ന് പറഞ്ഞിട്ട് അന്ന് 7000 രൂപയാണ് ഇതിന്. പക്ഷേ ഡീസൻറ്റ് ഫോൺ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഇത്രയൊക്കെ ഉള്ളൊരു നല്ലൊരു സാധനം. അതാണ് അതിലാ ഡ്യുവൽ സിമ്മൊക്കെ ഇടുന്നൊരു സാധനം ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്തായിരുന്നു. ഫോണിൽ ഭയങ്കര 6600 ആണെന്ന് തോന്നുന്നുണ്ട് ഒരു മാറ്റം. മറ്റേ ഫോണുകളിൽ നിന്ന് ആദ്യത്തെ ഒരു അടുത്ത സ്റ്റെപ്പ് ഐഫോൺ ആണ്. കളർ മറ്റേ ഡിസ്പ്ലേ ഒക്കെ വന്നത്, വീഡിയോ കാണാൻ പറ്റുന്നത്. ആ വീഡിയോ അതെ മറ്റേനൊന്നും അത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഞാൻ ആദ്യം +2 ഉപയോഗിക്കുന്ന ഫോൺ എന്ന് പറയുന്നത്
നോക്കിയുടെ ഒരു ഫോണായിരുന്നു. അതിൽ കളർ ഡിസ്പ്ലേ ഉണ്ട് എന്നുള്ളതായിരുന്നു അതിന്റെ മെയിൻ ഫീച്ചർ. അതിൽ പിന്നെ ഫോട്ടോ കാണാം, ഫോട്ടോ റിംഗ് ടോൺ എന്നാ പറയാ, പോളിഫോണിക് റിംഗ് ടോൺ കുട്ടി റിംഗ് ടോൺ ഉണ്ട്. അതാണ് അതിന്റെ നമുക്ക് കസ്റ്റം റിംഗ് ടോൺ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. കുറെ ആൾക്കാരെ 5F1 CG അങ്ങനെയൊക്കെ കോളർ ട്യൂൺ വെച്ചിട്ടുണ്ടോ? ഞാൻ വെച്ചിട്ടുണ്ട്, അന്ന് ഇൻകമിങ് കോളിന് പൈസ അന്ന് വെക്കണ പൈസ ഞാൻ വെച്ചിട്ടുണ്ട്. ക്വാളിറ്റി പൈസക്കല്ലേ എല്ലാം കിട്ടുമോ നമുക്ക് ഇഷ്ടമുള്ളത്? സിനിമ അവരുടെ അല്ല അവരുടെ ആപ്പ് ഉണ്ട്, അതിനകത്ത് കയറി ഞാൻ ഒരു കോളർ ട്യൂൺ കാശ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേത് പാട്ടാ? ഏതാണ് കിസ്സേ? 2010 ദീപു സാഗർ എലിയാസ് നിന്റെ വിളിക്കുമ്പോ കേട്ടായിരുന്നു. സാഗർ എലിയാസ് ചാക്കി. അവരെ വരുമ്പോ 2 കിലോ അരി മേടിക്കുന്നുണ്ട്. എനിക്ക് BSNL സംതിങ് ബാക്ക് ടു സേ BSNL leads the way. And you have to say something to someone far away. BSNL paves the way. ഞാൻ എല്ലാവർക്കും മറ്റേ ചെറിയ ഫോണുള്ള സമയത്ത് എന്റെ ഫോണിലായിരുന്നു. അത് കഴിഞ്ഞ് ആൾക്കാർ മൾട്ടിമീഡിയ ഫോണിലേക്ക് മാറി. ചെറുതായിരുന്നു അന്ന് ചെറുതായിരുന്നു ഫോൺ, സാധാരണ ഫോണിൽ മറ്റേ റിലയൻസിന്റെ 999 രൂപയ്ക്ക് ഒരു ഫോൺ കിട്ടുമായിരുന്നു. അതായിരുന്നു എന്റെ ആ ഫോൺ നിർത്തിപ്പോയില്ലേ? അതൊക്കെ പിന്നെ ആ റിലയൻസ് അനിൽ അംബാനിയുടെ റിലയൻസ് ആയിരുന്നു. അതും വിപ്ലവമായിരുന്നു. 500 രൂപയ്ക്ക് മൊബൈൽ ഫോൺ എല്ലാവർക്കും. എന്നിട്ട് എല്ലാവർക്കും ഒരു ഫോൾസ് ബില്ലിങ് 25,000 ബില്ലൊക്കെ എല്ലാവർക്കും അടിച്ചു കൊടുത്തു. കുറെ പേര് കഷ്ടപ്പെട്ടത് തിരിച്ചടച്ചു, കുറെ പേര് ഇവിടെ കെ ഫോൺ ഇപ്പോഴത്തെ മറ്റേ ഫൈബറിന്റെ വരാൻ പോകുന്നത്. ഇത് പണ്ടത്തെ കഥ പറയുന്നത്. 500 രൂപയ്ക്ക് ഫോണൊക്കെ ഞങ്ങൾ പറയുന്നത് പണ്ടത്തെ കഥയാ. ജിയോ അല്ല പറയുന്നത്. അല്ലല്ല, ഇവിടെ വലിയൊരു സ്കാം നടന്നിട്ടില്ലേ? മറ്റേ സർക്കാരിന്റെ എന്തോ സ്കീമിൽ എന്തോ ഫോൺ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് 499. അത് റിലയൻസിന്റെ ഒരു സാധനം അല്ലായിരുന്നു, ഇൻഡിപെൻഡൻസ് ജിയോ ഫോൺ അല്ലാതെ എന്തോ കെ ഫോൺ ഇപ്പൊ അമ്മരെന്തോ പേരിട്ട് കെ ഫോൺ. മറ്റേ എനിക്ക് തോന്നുന്നു ഫൈബർ നെറ്റ്വർക്കിന്റെ പേര് ഇപ്പൊ ഇട്ടേക്കുന്നത്. പക്ഷെ അല്ലാതെ ഒരു കെ ഫോൺ വേറെ ഒരു സാധനം ലോഞ്ച് ചെയ്ത്, അതായത് എത്ര രൂപ എടുത്ത് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബുക്ക് ചെയ്തിടണമെന്നൊരു സാധനം വന്നു, ഭയങ്കര ഒരു അനൗൺസ്മെന്റ് നടത്തി, കുറെ പേര് ബുക്ക് ചെയ്തു. ആ സാധനം ഇന്ന് വരെ കൊടുത്തിട്ടില്ല. അതാണ് ഭയങ്കര ചീപ്പ് റേറ്റിൽ ഒരു ഫോൺ എന്നുള്ള സാധനമായിരുന്നു. പക്ഷെ എത്ര രൂപ കൊടുത്ത് ബുക്ക് ചെയ്യണമായിരുന്നു. കുറെ പേര് ബുക്ക് ചെയ്തു, പിന്നെ അതിനെപ്പറ്റി കേട്ടിട്ടേ ഇല്ല. ഞാൻ കുറെ പേരെ കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പുതിയ ഇറങ്ങുന്ന ഫോൺ, അതിന്റെ സ്പെക്ക്, മറ്റേത് റാം എത്ര, അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫോൺ ഏകദേശം ഇനി ഇതുകൊണ്ട് ഒന്നും നടക്കൂല എന്നുള്ളൊരു പോയിന്റ് എത്തുമ്പോഴാണ് ഞാൻ ഫോണുകളെ പറ്റിയുള്ള എൻ്റെ റിസർച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിനോട് കൂടുതൽ വിവരമുള്ള ആൾക്കാരെ ഞാൻ പിടിച്ച് ചോദിക്കും ഏതാണ് നല്ലത്. എന്റെ ബഡ്ജറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ വിലയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഫോൺ എടുക്കുന്നതിന് മുമ്പ് എന്റെ അടുത്തായിരുന്നു ചോദിച്ചു ഏത് എടുക്കൂടെ, അപ്പൊ ബഡ്ജറ്റ് ഇല്ല. ഈ ഫോൺ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 6,000 രൂപ കിട്ടും പറഞ്ഞിട്ട് അതിന്റെ കൂടെ എന്തെങ്കിലും കൂട്ടിയിട്ട് എനിക്കൊരു സാധനം തപ്പിയെടുക്കാനുള്ള സ്കില്ലുണ്ട്. കിക്ക് കിട്ടും. അല്ല എന്തെന്നല്ല അല്ല ഇന്ന ബഡ്ജറ്റിൽ ഇന്ന സെറ്റപ്പിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സാധനം സ്മാർട്ട് ഫോൺ സ്റ്റാറ്റസ് സിമ്പിൾ ആണ്. ഇപ്പോൾ ഫോൺ വിളിക്കുന്നുള്ളതിനൊക്കെ സ്റ്റാറ്റസ് സിമ്പിൾ ആണല്ലോ. അതായത് നമ്മൾ ഏത് ക്വാളിറ്റി സാധനം ഉണ്ടോ. ദീപു എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് ഏതോ കാലഘട്ടത്തിൽ ഐഫോണാണ്. കൂട്ടുകാരനെ പറ്റിച്ച് മേടിച്ചാ, അതിന്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടൊന്നുമില്ല. കൂട്ടുകാരൻ അമേരിക്കയിൽ നിന്ന് വരുമ്പോഴേ ഞാൻ വല്ലതും കൊണ്ടുവരണോടാന്ന് ചോദിച്ചു അവന്റെ അടുത്ത്. അപ്പൊ അവൻ പറഞ്ഞു നീ ഒരു ഐഫോൺ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവൻ വിചാരിച്ചു അവല്ലോ കൊണ്ടുവന്ന് കഴിയുമ്പോ ഇവിടെ പൈസ വരുന്നത് ഇത് കിട്ടി വഴി താങ്ക്സ് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ. നമ്മള് എന്താ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ അറിയത്തില്ല. അപ്പൊ ആൾക്കാർ കഴിഞ്ഞ ദിവസം ഫാദർ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഒരു പയ്യൻ ഫോൺ വിളിച്ചിട്ട് ടെറസിൽ കൂടെ നടന്ന് ഫോൺ വിളിക്കുക എന്താ ചെയ്തോണ്ടിരിക്കുക, അവിടുന്ന് വീണ്ടും മരിച്ചുപോയി. അങ്ങനെ ഇൻസിഡൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ചില സമയത്ത് ആ വേൾഡിൽ കയറി നമ്മൾ അറിയില്ല എത്ര പേരാണ് റീല് ഷൂട്ട് ചെയ്യണം അല്ലേ. എന്ത് അത് പിന്നെ പോട്ടെന്ന് വെച്ചാൽ അത് ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ആ വേൾഡിൽ കയറി പോകുന്നില്ല. അവിടെ എന്തെങ്കിലും സാധനം ഉണ്ടല്ലോ ക്രിയേറ്റീവായ സംഭവം ചെയ്തോണ്ടിരിക്കും. നമ്മൾ ഫ്രണ്ട്സ് ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചിരുന്നത് കോളേജ് കാലഘട്ടത്തിലാണ്. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഒരു ലെഷർ ഡേ ഇങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ 4 പേര് ഒരുമിച്ച് തന്നെ. ഞങ്ങൾ 5 പേര് ഒരുമിച്ചുള്ളത്. 5 ഞങ്ങൾ 6 പേരുണ്ടായിരുന്നില്ല. ഞാൻ അലന് അസിന് അർജുന് ജിതിന് എബി 6 പേര് ഒന്നിച്ചുണ്ടായിരുന്നു. അസിൻ അവന്റെ പേര് അവന്റെ പേരാണ്.
അവരല്ലേ ഇപ്പൊ അവരൊക്കെ ഗജനിയിലൊക്കെ ആൾക്കാർ ഊക്കി കാണുമല്ലോ അല്ലേ? കുറച്ചാൾ കളിയാക്കുമായിരുന്നു പെണ്ണെന്ന് പറഞ്ഞു. പക്ഷെ അവന്റെ പേര് ആസിൻ എന്നാണ്. അത് വെറൈറ്റി അവൻ ഫാദർ മദറും ഇട്ട പേര്. ഒരു പാപമാണ്. എല്ലാവരും പുറത്തൊക്കെ അമേരിക്ക, ലണ്ടൻ, UK ഒക്കെയാണ്. പിന്നെ എല്ലാവരും പഠിച്ചതിനെ പോലെ പഠിച്ച് പാസ്സായമാരെല്ലാം നല്ല ജോലിയുള്ള. അപ്പൊ അതിലെ ഏറ്റവും കിടിലൻ എന്നുവെച്ചാൽ സിവിൽ സർവീസിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന പയ്യനുണ്ട്. അവനിപ്പോൾ ഫോറിൻ എക്സ്റ്റേണൽ അഫയേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. വാലൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ ഭയങ്കര ഇതാണ്, ഫോക്കസ്ഡ് ആണ്. പക്ഷേ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ ഫോക്കസ് ഉണ്ടാകുള്ളൂ. അപ്പോൾ അവൻ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവനാണെങ്കിൽ അവൻ ചേച്ചി വിളിക്കും. ഒരുപാട് ചോദിച്ചു ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ലെങ്തി കോൾസ് അവൻ അങ്ങനെ ആ സമയങ്ങളിൽ കറക്റ്റ് അല്ല. അപ്പോൾ അവൻ ചേച്ചി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഫോൺ വിളിച്ച് നമ്മുടെ അടുത്ത് ഓടി വന്നു. അവൻ പാനിക്കാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ എന്തോ തപ്പുന്നുണ്ട്. അപ്പോൾ എന്തോ എമർജൻസി തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൻ ഇങ്ങനെ തപ്പി പോകും. അപ്പം നമ്മൾ എന്താ നിൽക്കുന്നത്. അപ്പോൾ അവൻ പറയാതെ അവനെ തപ്പൽ കണ്ടിന്യൂ ചെയ്യും. നമ്മളെ എഴുന്നേൽപ്പിക്കുന്നു, നമ്മുടെ ബാഗിൽ നോക്കുന്നു. അവനിങ്ങനെ മാറ്റി മാറ്റി തപ്പും. അപ്പോൾ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഫോണിൽ സംസാരിക്കുന്നു. ആ ശരി ഓക്കെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്താണ് എൻ്റെ ഫോൺ കാണും. അപ്പോൾ എല്ലാവരും കൂടെ നിങ്ങൾ കണ്ടായിരുന്നു? ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ശരിക്കും കണ്ടു നിന്റെ ഫോൺ കാണുന്നു. നിങ്ങളല്ലൊന്ന് വിളിച്ചു നോക്കോ, ഞാൻ വേറെ കോളിലാണ്. ലിറ്ററലി അങ്ങനെ സംഭവിക്കുന്നില്ല. അതായത് ചില സമയത്ത് നമ്മൾ സോൺ ഔട്ടായി പോകും ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ അവൻ്റെ അമ്മ രാവിലെ വിളിച്ചാണ് അവ ഇരുന്നേക്കുന്നത്. അപ്പോൾ രാവിലെ ഇരുന്നേക്കുമ്പോൾ അവ അമ്മയോട് സംസാരിക്കും. അപ്പം അമ്മയോട് സംസാരിച്ചാൽ ഇങ്ങനെ പല്ലി വയ്ക്കാൻ വന്നു. എന്നിട്ട് അങ്ങനെ പല്ലി വെച്ചോണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണെങ്കിൽ ബ്രഷിങ്ങനെ വെച്ചിട്ട് ഫോൺ എടുത്ത് കയറി. ഈ നമ്മൾ ഈ പല്ല് തേച്ച് പഴയ ഫേമസ് കോമഡിയാണ്. ഒരാള് ഫേമസ് കോമഡി അങ്ങനെയല്ല, ഞാൻ വേറെ രീതിയിൽ പറയാം. ഒരാൾ ഡോക്ടറിന്റെ അടുത്ത് ചെന്നു, അയാൾ 2 ചെവിയും പൊള്ളിയിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചു, അത് ഡോക്ടറെ ഞാൻ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ ഒരു ഫോൺ കോൾ വന്നാ. ഓഹോ അത് ശരി മനസ്സിലായി, അത് മനസ്സിലായി, ഇത് പൊള്ളിയത്, ഇതെന്താ പറ്റിയത്, അപ്പൊ ഞാൻ ഡോക്ടറിനെ വിളിച്ചതാണ്. ഇവിടെ പൊള്ളിയെങ്കിൽ അത് കേട്ടിട്ടില്ല. ഇത് പഴയ കഥ, 80s കഥയാണ്. ഇത് പറഞ്ഞ പ്രവർത്തനം മേടി പോയി ഷർട്ട് വെച്ചിട്ട് തേപ്പൊട്ടി ഓഫ് ചെയ്തു. ഇതാണ് സ്മാർട്ട് തേപ്പ് വെട്ടിയായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ഫോണിൽ കൂടെ നോക്കാം അത് ഓണാണോ ഓഫ് ആണോ. സോ സ്മാർട്ട് ഫോൺ, സ്മാർട്ട് ഡിവൈസസ് നല്ലതാണ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. എൻ്റെ റൂമിലെ ബൾബ് സ്മാർട്ട് ബൾബാ. അപ്പൊ രാത്രി നമ്മൾ ഈ സാധാരണ നമ്മൾ സ്മാർട്ട് ആകുമ്പോഴല്ലേ സ്മാർട്ട് അല്ലാത്ത ആൾക്കാരല്ലേ ബൾബ് എന്ന് പറയുന്നത് അല്ലേ? ആ ശരിയല്ലേ, സ്മാർട്ട് ബൾബായി. അപ്പം അല്ല, നമ്മള് കിടക്കാൻ പ്ലാൻ ഇല്ലാതെ ബെഡിൽ കിടക്കും, ചിലപ്പോൾ ഉറക്കം വന്നു പോയാൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ എഴുന്നേക്കുന്ന ടാസ്ക്. ഞാൻ മിക്കവാറും ലൈറ്റ് ഓഫോടെ കിടക്കാറ്. എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ മനുഷ്യര്. ഇങ്ങനെയൊക്കെ എത്തിയൊക്കെ നോക്കുന്നത് നടക്കത്തില്ല. അപ്പൊ ഞാൻ മിക്കവാറും ലൈറ്റ് ഇട്ടുകൊണ്ടൊക്കെ കിടന്നുറങ്ങിപ്പോറുണ്ട്. അങ്ങനെ സ്മാർട്ട് ബൾബ് ആക്കി. അങ്ങനെ സ്മാർട്ട് മൂത്രം ഒഴിക്കാൻ എന്തെങ്കിലും പരിപാടിയുണ്ടോ? എനിക്കത് ഏറ്റവും പ്രശ്നം. ബാത്റൂം മറ്റേ ടെസ്ലയുടെ സാധനം വരും, പ്രത്യേകത കക്കൂസ് ഇങ്ങോട്ട് വരും. എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ മടിയുണ്ട്, എനിക്ക് എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ ഭയങ്കര മടിയാണ്. അത് സൈഡിലൊരു അതൊരു പ്രായം കഴിയുമ്പോൾ ട്യൂബ് ഇട്ടിട്ട് കവറിലാക്കിയിട്ട് എടുക്കും. അത്ര വരെ വെയിറ്റ് ചെയ്യണം. നമ്മൾ സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് എന്തായാലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, അപ്പൊ നമ്മൾ കുറച്ച് മടിയാവും. പണ്ട് നമ്മൾ ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ കുറച്ച് മടിയുണ്ടാവും. ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പോലും ഇമാജിൻ ചെയ്യാൻ പറ്റൂല. അത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും കുറെ കാര്യങ്ങളില്. ചില കാര്യങ്ങൾ ചെയ്യാൻ പോലും ഇമാജിൻ ചെയ്യാൻ പറ്റൂല എന്നുവെച്ചാൽ നമുക്ക് ആ സുഖം കിട്ടിക്കഴിഞ്ഞാല് സുഖം കിട്ടുന്നു. എനിസിക്ക് പിടിച്ച എനിസിക്ക് ടോപ്പിക്കാ. എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ സുഖമുണ്ടല്ലോ. നമുക്കത് നമ്മൾ ക്രിയേറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതും നമുക്ക് അതിന്റെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോഴും അല്ല എല്ലാ ഫീച്ചേഴ്സും മുന്നിൽ കാണുമ്പോഴും നമ്മൾ ചെയ്യുന്ന വ്യത്യാസമുണ്ട്. എന്തായാലും നമ്മൾ എഫേർട്ട് ഇടുന്നതനുസരിച്ച് കിട്ടും. നമ്മൾ മറ്റേ മാനുവൽ ഗിയറിൽ വണ്ടി ഓടിക്കുന്നതും ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നതിന് വ്യത്യാസം പോലെ അല്ല. സ്മാർട്ട് ഫോണിന്റെ കുറെ ഇത് പറഞ്ഞല്ല, ഈ ബമ്പിളും ഇതൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്യായിരുന്നു? നമ്മൾ പുറത്തിറങ്ങില്ല ആൾക്കാരെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതിലൊക്കെ കൺവേർഷൻ വളരെ കുറവല്ലടാ. ഞാൻ തുപ്പി കാണിച്ചാൽ അത് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇപ്പൊ ജോൺ ഇത് കട്ടിയാണ് അല്ലെ. ആൾക്കാരുടെ ജീവിതം സ്മാർട്ട് ഫോണിലാണെന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ എന്ത് പ്രശ്നമല്ലടാ, ഇന്ന് പലരുടെയും ജീവിതമാർഗം സ്മാർട്ട് ഫോൺ അല്ലല്ല, അത് ജീവിതമാർഗ്ഗം. ഞാൻ ആൾക്കാരുടെ ജീവിതം സ്മാർട്ട് ഫോണിലാണ്. സ്മാർട്ട് ഫോണിന് വേണ്ടിയാണ്. ഒരു നല്ലൊരു മൊമെന്റ് കാണും, നമ്മളത് എൻജോയ് ചെയ്യുന്നതിനേക്കാൾ ക്യാപ്ചർ ചെയ്യില്ല. ശരിക്കും പണ്ട് വാട്സപ്പിൽ ഒരു ഫോർവേഡ് ഉണ്ടായിരുന്നു ഇങ്ങനെ, കഴിഞ്ഞ ദിവസം പവർ കട്ട് വല്ലാണ്ട് നീണ്ടു,
അരമണിക്കൂറോളം പോയി. അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം സംസാരിച്ചു. വളരെ നല്ല മനുഷ്യരാണ് അവരൊക്കെ. ശരിക്കും വളരെ അനിയത്തിയുണ്ട്. അവളിപ്പോ 9ാം ക്ലാസ്സിലെത്തി, വല്ലാണ്ട് വളർന്നിരിക്കുന്നു ശരിക്കും. പക്ഷെ ഭയങ്കര രസമുള്ള സത്യമാണ്. നമ്മൾ ഭയങ്കര മറ്റേ ഡിന്നറിന് അമ്മ വിളിക്കാതെ അവന് ഫോണിൽ പിങ് ചെയ്യാം. അപ്പൊ കേട്ടത് അത് മറ്റേ 2 കൺട്രീസിലാണ് ഒരു സിനിമ പറയുന്നുണ്ട്. അങ്ങനെ വിളിക്കണ്ട, ഊണർ മീൽസ് റെഡി എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അങ്ങനെ അതാ നമ്മുടെ. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം അനീസിക്കയുടെ ജീവിതം സ്മാർട്ട് ഫോണിലായിരുന്നെങ്കിൽ, എനിക്ക് തോന്നുന്നു ഇപ്പം സോഷ്യൽ മീഡിയയിലായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ ചെയ്യുന്ന പ്രൊഫഷൻ ചെയ്യാൻ അപ്പൊ ജോൺ എന്ത് ചെയ്യുമായിരുന്നു? ഇത് നമുക്ക് അല്ലെങ്കിലും കിട്ടാൻ പോരുന്ന കമന്റാ. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നിന്നെയൊക്കെ കാണുന്നത്. പിന്നെ നീയൊക്കെ എന്തിനാ പറയുന്നത്? അല്ലേ നമ്മുടെ ഫസ്റ്റ് സംഭവം ജിയോ വന്നില്ലായിരുന്നെങ്കിൽ തന്നെ ഞാൻ എന്റെ പരിപാടി ആലോചിക്കും. അതായത് എനിക്കൊരു അവസരം കിട്ടുന്നത് യൂട്യൂബ് വീഡിയോസ് വഴിയാണ്. അപ്പൊ യൂട്യൂബിൽ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ, യൂട്യൂബിന്റെ ഇത്ര ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നെങ്കിൽ, അന്ന് അതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് അത്ര ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല, ഞാൻ ഇടില്ല. നമ്മുടെ വീഡിയോസ് മാത്രം ആൾക്കാർ കാണുക, ബാക്കിയുള്ള കാണാതിരിക്കുക. അതെ, വഴി തെറ്റിക്കുന്നതായ വീഡിയോകൾ നിങ്ങൾ കാണാതിരിക്കുക. അത് ഞങ്ങൾ കണ്ടോളാം. പിന്നെ അനീസിക്കയുടെ ഈ ഒരു പോളിയമർ സാധനം എങ്ങനെ നടത്തുക? അതായത് അല്ലേ, സ്മാർട്ട് ഫോണിൽ അല്ല, അത് അനീസിക്ക് കവലയിൽ പോയിരിക്കുക. അല്ല, ഇതില്ലാതിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ എന്തായിരുന്നു? മറ്റേ കല്യാണക്കുറിയൊക്കെ മറ്റേ എഴുതി അയക്കൂലേ അഡ്രസ്സിലോട്ട്. അതുപോലെ തന്നെ ഇത് മഞ്ജുവിന് കത്തായി, ഇത് മഞ്ജുവിന്, അങ്ങനെ മറ്റേ 15 കത്തെഴുതി മറ്റേ എഴുതണ പോലെ 4 ഷീറ്റ് എടുക്കും. അതിന്റെ എല്ലാത്തിന്റെ അടിയിൽ കാർബൺ എന്നിട്ട് മോളിത്ത് ഇത് മാത്രം ഇത് പ്രിയപ്പെട്ട മഞ്ജു, പ്രിയപ്പെട്ട ചിഞ്ചു, പ്രിയപ്പെട്ട രഞ്ജു, ഇനി കാർബൺ പേപ്പർ, നീ ഇല്ലാത്ത ഈ ദിവസങ്ങൾ മഞ്ജീര ചിഞ്ചിതമായിരുന്നു. മനുഷ്യൻ ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും മെയ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പം അത് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഇവൻ പറഞ്ഞ ഇവന്റെ ഈ മേഖല ഉണ്ടല്ലോ, അനീസ് ലത്തീഫിന്റെ, ആ മേഖലയെ നോർമലൈസ് ചെയ്തത് സോഷ്യൽ മീഡിയ ആണ്. അല്ല, അതുപോലെ കുറെ പേര് മുന്നിൽ ഇറങ്ങാൻ അല്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടങ്ങളിൽ ആൾക്കാർക്ക് ബഹുഭാര്യത്വം അലൗഡ് ആയിരുന്നു. അത് പോപ്പുലറൈസേഷൻ ആവശ്യം അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇതിനെ പോപ്പുലറൈസേഷൻ ഓരോ കാലഘട്ടങ്ങളിലും ജീവിതം എളുപ്പമാക്കിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പം ചിലർ മിക്കവാറും ആൾക്കാർ ഇങ്ങനെ ചിലര് നേരിട്ട് ഇടപഴകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ ചാറ്റിങ് ഭയങ്കര കിടിലായിരിക്കും. സത്യം. അപ്പൊ അല്ല, സ്മാർട്ട് ഫോൺ ഇല്ല എന്നെങ്കിൽ പലർക്ക് പെണ്ണ് കിട്ടത്തില്ല എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. ഇത് ആൾക്കാർ സ്മാർട്ട് ഫോണിന് വേണ്ടി ജീവിക്കുന്നത്, അതായത് സ്മാർട്ട് ഫോണിൽ കാണുന്നതെല്ലാം ശരിയാണ്, അതാണ് ലൈഫ് എന്ന് അതിനുവേണ്ടി ജീവിക്കുന്നതായിരിക്കും മോശം. സ്മാർട്ട് ഫോണിനല്ല, ഇൻസ്റ്റയ്ക്ക് വേണ്ടി ജീവിക്കുക. എല്ലാ മൊമെന്റ്സും അതൊരു ക്യാപ്ചർ ചെയ്ത് അതിൽ ഇട്ടുണ്ടായിരിക്കണം. 4 ആൾക്കാർ നമ്മുടെ ഓർമ്മയിൽ വിശ്വാസം ഇല്ലാത്ത പോലെയാണ് അല്ലേ? അല്ലല്ല, അതിനൊരു അതിനൊരു ഇത് പറയണം. അല്ല, എൻ്റെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛൻ ആ ഒരു കാറ്റഗറി അല്ല, ഏജ് കാറ്റഗറി അല്ല. അപ്പോൾ ഇങ്ങനെ നമ്മളതില്ലാതാണ് ഇത്രയും കാലം ജീവിച്ചത്, അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നില്ല, കീപാഡാണ്. പക്ഷേ എന്നിട്ട് എന്താണ് മറ്റേതിൻ്റെ ഫോട്ടോ വന്നു, അത് വന്നു, അതൊന്ന് കാണിക്കുക. അപ്പോൾ എപ്പിസോഡ് എപ്പോഴും ഇറങ്ങും. വീട്ടിൽ ഒരു സ്മാർട്ട് ടി വി ഉണ്ട്, അത് കാണും. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഫോണിലെ സാധനങ്ങൾ. അപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ ഫുൾ ഫോട്ടോ, ചിലപ്പോൾ 25 ഫോട്ടോ ഒക്കെ ആയിരിക്കും ചേച്ചി അയച്ചു തരുന്ന, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ പഠിപ്പിക്കുമല്ലോ, ഇത് കണ്ടു കഴിയുമ്പോൾ തട്ടിയാൽ മതി, ഇതിനകത്തുനിന്ന് ഇവിടെ നിൽക്കുന്ന ഇത് സൂം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ അവർക്ക് അതറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സൂം ചെയ്ത് നോക്കാനും പരിപാടിയൊക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ പത്രത്തിൽ എന്തോ കാണിച്ചപ്പോഴത്തേക്ക് ഇതുപോലെ ഞാൻ കാണാൻ മേല, അപ്പോഴത്തേക്കും എന്നിട്ട് ഇവർ തമ്മിൽ കളിയാക്കുക. അത് മറ്റേ അമ്മ അത് ചെയ്തു എന്ന് പറഞ്ഞ അച്ചരിക്കര്. അത് വേറെ വലിയ സാധനമുണ്ട്. ജോൺ ചേട്ടൻ മറ്റേ റീൽ എഡിറ്റ് നടന്നപ്പോഴുള്ള വീഡിയോ ഈ പറഞ്ഞാൽ ചിലപ്പോ ശരിയാവില്ല. ഞാനിങ്ങനെ റീൽസ് ഇങ്ങനെ കാണലുള്ളൂ. അപ്പൊ റീൽസ് എങ്ങനെയാ, നമ്മള് വേറെ റീൽ വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് മാറ്റും. അപ്പൊ ഇതൊരു അഡിക്ഷൻ ആണല്ലോ. മടുപ്പടിച്ച അപ്പൊ തന്നെ തട്ടിക്കളയും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഭാര്യയായിട്ട് വീഡിയോ കോൾ ചെയ്യാം. അവള് എന്തൊക്കെയോ ബോറ് ടോപ്പിക് പറയാൻ, റീലല്ലാതെ റിയലാണ്. എന്നിട്ട് ഇത് വേണ്ട അടുത്തത് അങ്ങനെ മാറുമ്പോ ഭാര്യ മാറും എന്ന് രസമായിരുന്നല്ലോ. ഇത് കൊള്ളാം, ഇന്നത് മതി. അപ്പൊ ഞാൻ കഴിഞ്ഞതായി ഞാൻ അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നി അഡിക്ഷൻ ഉണ്ടല്ലോ. എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞേ, ഇന്നൊരു വൃത്തികെട്ട ദിവസമാണ്,
എന്ത് അതിലൊന്ന് എഴുന്നേറ്റപ്പോൾ തൊട്ടി ഒരു മൂടില്ല ഇങ്ങനെ എനിക്ക് അങ്ങനെ എഴുന്നേക്കുമ്പോൾ അങ്ങനെ തോന്നിയതാണൊക്കെ ഒരു ഭയങ്കര അപ്പം ഞാൻ എന്ത് എഴുന്നേറ്റപ്പോൾ നോക്കും ഫോണിനാണ് 1% ചാർജ് അതേല ഡൗൺ ആയി പോയേക്കുന്നത് രാവിലെ റീല് കാണാൻ പറ്റിയിട്ടില്ല. പുള്ളിക്ക് അത് കാണണമെന്നുണ്ട്, പക്ഷേ ഫോൺ ചാർജ് ചെയ്യാനും മടിയാ. പുള്ളി കിടക്കുന്നതിന്റെ അടുത്തെങ്കിലും പ്ലഗ് പോയിന്റ് ഇല്ല, അപ്പൊ ഇത് കൊണ്ടുപോയി വെച്ചാൽ കാണാൻ പറ്റത്തില്ല. അപ്പൊ ഇത് കണ്ടു കിടന്നിട്ട് അവിടെ തന്നെ ചാർജ് കളയുന്ന സ്ഥിരം പരിപാടി. എന്റെ ഫോണിൽ ഒരിക്കലും ചാർജ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ആപ്പിളിന്റെ ഒക്കെ ഫോൺ എടുത്ത് എങ്ങനെയുണ്ടാവും? മൈക്രോസോഫ്റ്റ് ട്വിറ്ററിൽ ഒരു ബോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്താ പറയുക, അതൊരു സെൽഫ് ലേണിംഗ് ബോട്ടായിരുന്നു. അപ്പോൾ അത് ആൾക്കാർ വേണ്ടി ട്വീറ്റ് ചെയ്ത് പഠിക്കുന്ന പരിപാടിയായിരുന്നു. അവസാനം അത് മൊത്തം തെറിവിളി സാധനം. ആൾക്കാർ അവിടെ പോയി തെറി വിളിച്ച് അതിനത് ട്വീറ്റ് ചെയ്യണൊക്കെ മൊത്തം തെറിവിളി. നമ്മുടെ വീട്ടിൽ പണ്ട് തത്തമ്മയൊക്കെ വളർത്തുമ്പോഴേ ആദ്യം തത്തമ്മ പിന്നെ തത്തമ്മ കേട്ട് പഠിക്കുന്നത് നമ്മളെ അല്ലാതെ വേറെ പഠിക്കുന്നില്ല, അതിന് ഇൻബിൽറ്റ് പഠിത്തമില്ല, കേൾക്കുന്നത് പഠിക്കുക, അങ്ങനെ സാധനം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇതും ഒരു ദിവസം ചിലപ്പോൾ നമ്മളെ വിഴുങ്ങുന്ന ഒരു കാലഘട്ടം വന്നേക്കും. നമ്മൾ ഈ പറയുന്ന സിനിമയ്ക്ക്, ഹോളിവുഡ് സിനിമയ്ക്കകത്ത് കാണുന്നത് ഇത് ചിലപ്പോൾ ഗോൺ റോങ് എന്നുള്ള സംഭവം എപ്പോഴും. ഈ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് അറിയാം. ഈ AI നമുക്കൊക്കെ ഒരു സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ട്. അതായത് നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്കൊരു ബോധ്യമുണ്ട്. അതേപോലെ AI-ന് അങ്ങനത്തെ ഒരു ബോധ്യം വരികയാണെങ്കിൽ ഒരു AI-ന് മറ്റൊരു AI ആയിട്ട് പറയാം, കേട്ടോ എനിക്കും ഉണ്ട് നിനക്കും ഉണ്ട്. അപ്പൊ അവർക്ക് രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യാം. അവരൊരു കമ്മ്യൂണിറ്റിയായി, അവരൊരു റിലീജിയനായി, റോബോട്ട് സിനിമ പോലെയായി, ഈഗിളായി സിനിമ. ഇതൊക്കെ മനുഷ്യന്മാര് വെറും മണ്ടന്മാര് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോണ്ടിരിക്കും. ഈഗിളായിരുന്ന സിനിമ ഉണ്ട് തന്നെ. AI മൊത്തം ഇങ്ങനെ AI മൊത്തം അക്യുമുലേറ്റ് ചെയ്ത് മനുഷ്യരെ തകർക്കും. ഇല്ല, ഈ ഒരു ഫേസ്ബുക്കിന്റെ ഒരു കോൺട്രവേഴ്സി വന്നപ്പോഴും ഈ ഡേറ്റ പോകുന്ന ഒരു സാധനം വന്നപ്പോഴും അവര് പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് ഇതിലൊരു കൺട്രോളും ഇല്ല, ഇതിങ്ങനെ ആകും അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന അത് പണ്ട് ഈ AI-യുടെ ഒരു സംഭവം വെച്ചിട്ട് ഇയാള് ഫേസ്ബുക്കിന്റെ ആളൊരു സാധനം ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾക്ക് ഇതിനെപ്പറ്റി ഫുൾ ആയിട്ടുള്ള വിവരമില്ല AI-ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അവസാനം ആളുടെ വീട്ടിൽ ഡെവലപ്പ് ചെയ്ത് ഇതുപോലത്തെ ഒരു സാധനം അത് അതിൻ്റെതായ ലാംഗ്വേജ് ഉണ്ടാക്കി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങി. അവസാനം ആ പ്രോജക്ട് ഷട്ട് ഡൗൺ ചെയ്തു. മറ്റേ അയൺമാന്റെ ഇക്വലന്റ് പോലെ പോലത്തെ ഒരു സാധനം അയാള് സുക്കറണ്ണൻ വീട്ടിൽ സെറ്റ് ചെയ്തു. അത് അവസാനം അതിൻ്റെതായ ലാംഗ്വേജ് അങ്ങനെ ഉണ്ടാക്കിയില്ല. ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് തന്നെ സ്മാർട്ട് ഫോണിനകത്ത് ഇപ്പൊ അതും പഠിപ്പിച്ചു കൊടുക്കേണ്ട അത്യാവശ്യം. കാരണം പിള്ളേർക്ക് ഇപ്പം പേരൻസ് എളുപ്പത്തിന് എന്ത് ചെയ്യുന്നറിയാം, ഭക്ഷണം കൊടുക്കാൻ ആദ്യം അവിടെ നടക്കുന്നത് ഫുഡ് കഴിക്കാൻ എളുപ്പത്തിന് കൊടുക്കും. പിന്നെ പഠിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഇത്ര നേരം പഠിച്ചാൽ അത്ര നേരം കൊടുക്കാന്ന് പറഞ്ഞാൽ ടാലിങ്, അക്കൗണ്ടിങ് ടാലിങ് ആക്കി കൊടുക്കും. അത് വേഗം ചെയ്യും. അതായത് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കും, അടിപൊളിയായിട്ട് ഹോംവർക്ക് ചെയ്യും, എന്നിട്ട് ഇവർ ഇത് വന്ന് യൂസ് ചെയ്യും. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നതിനകത്ത് ഗുഡ് ടച്ച് ബാഡ് ടച്ച് പോലെ തന്നെ അത് പഠിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിന്റെ പിള്ളേരെ കണ്ടതില് ആ പയ്യൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് സൂപ്പർ ആക്സെന്റില്, അമേരിക്കൻ ആക്സെന്റിൽ. നമ്മുടെ മലയാളി ഞാനും അത് കണ്ട് ഞാൻ ഇംഗ്ലീഷ് ഓയാ കമോൺ ബേബി ഓയാ ആ രണ്ട് സാധനം മാത്രമല്ലേ അറിയുള്ളൂ. പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് ഫാസ്റ്റർ ഫാസ്റ്റർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പിള്ളേര് ആ ആക്സെന്റ് ഒക്കെ പഠിക്കുന്നത്. അതുപോലെ ഇപ്പോഴത്തെ എല്ലാ ചെറിയ പിള്ളേരുടെ മലയാള സംസാരം ഡോറയുടെ പോലെ വരൂ കൂട്ടുകാരെ അങ്ങനെ. അതുകൊണ്ട് ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് തോന്നുന്നു പിള്ളേരിപ്പം പക്ഷേ തീരെ ചെറിയ പിള്ളേർ കണ്ണിനും ഇതിനകത്തുള്ള പ്രശ്നം ജനറേഷൻ പറ്റിയ ഗ്യാപ്പാണെന്ന്. ഈ പ്രായമായവർക്ക് സ്മാർട്ട് ഫോൺ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. ഇതിന്റെ കുറെ ഫീച്ചേഴ്സ് ഒന്നും അവർക്ക് എടുക്കാൻ അറിയത്തില്ല. അപ്പോൾ തീരെ ഈ 4 വയസ്സ് 5 വയസ്സുള്ള പിള്ളേരെടുക്കുമ്പോൾ ഇവര് പറയും കൊണ്ടോ അവനത് ചെയ്യാൻ പറ്റി, അവൻ എടുക്കണ അവനത്. അപ്പോൾ കൊച്ചിന് അപ്രിസിയേഷൻ ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ കൊച്ചിയായിരിക്കും ഓക്കെ ഇത് ചെയ്ത സ്മാർട്ടാണെന്ന്. അതുകൊണ്ടായിരിക്കും ഇത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുന്നു. അതും ഭയങ്കര ഒരു മോശം. പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും, പെട്ടെന്ന് പഠിക്കും. 6 വയസ്സിൽ ആ പ്രായത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അതാണ് ഇതിൽ എല്ലാത്തിലെയും പ്രശ്നം. എന്റെ ചേട്ടന്റെ UKG പഠിക്കുന്ന മോൻ അവൻ എനിക്ക് വാട്സപ്പിൽ ഓടി അയക്കാം എൻ്റെ അമ്മമ്മയുടെ ഫോണിൽ നിന്ന്. മറ്റോ അപ്പൊ ഇടയ്ക്ക് കൈയൊക്കെ വിട്ടു ഓടിയൊക്കെ പോയിട്ട് അതേ നേരത്തെ ഞാൻ പറയാൻ വന്നതേ പിന്നെ അയക്കും. അങ്ങനെ രസമാണ്, പക്ഷെ സ്റ്റിൽ ഈ പ്രശ്നമുണ്ടല്ലോ. അല്ല, ഇപ്പൊ സ്മാർട്ട് ഫോൺ ആവശ്യമാണ്, അതെന്തായാലും ഇവരുടെ കൈ വരും. ഇപ്പൊ നമ്മളത് തടഞ്ഞു വെക്കാനൊന്നും വരുന്നത്. സോ അതിന്റെ കറക്റ്റായ യൂസേജ്, അതിന്റെ പ്രശ്നങ്ങളെ പറ്റി അവെയർ ആക്കുക എന്നുള്ളതാണ്. 18 വയസ്സ് താഴെ ഒരു കുട്ടിക്ക് മദ്യം കൊടുത്തുകൂടാ. കാരണം അതിലൊരു അഡിക്ഷൻ ഉണ്ട്. കാരണം ഈ സാധനങ്ങൾ അഡിക്ഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെയാണ് സ്മാർട്ട് ഫോൺ പ്രോഡക്ട്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അഡിക്ഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് മദ്യം കൊടുക്കാത്തത്? കാരണം ആ കുട്ടിക്ക് ഒരു കൺസെന്റ് എടുക്കാനുള്ള ഒരു
പ്രായമായിട്ടില്ല, ഒരു ആ ഒരു ഇതിലോട്ട് വന്നിട്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പല കുട്ടികൾക്കും 25 അതിനുള്ള പ്രായമാകുമെന്ന് തോന്നുന്നു. തന്നെയല്ല അല്ലല്ല, ഞാൻ പറഞ്ഞ എനിക്ക് പോലും ഞാനും എനിക്കൊരു 8ാം ക്ലാസ് 10ാം ക്ലാസ് വരെ ഇതൊന്നും കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു എൻ്റെ കുട്ടിക്കാലത്ത് പിന്നെയും ഈ പറഞ്ഞ ബാക്കി റിസോഴ്സസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും എൻ്റെ ടൈമാണ് ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ചിലപ്പോൾ അവർക്ക് അല്ല അവരങ്ങനെ, പക്ഷെ നമുക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കും അവരിങ്ങനെ ഇരുന്ന് എപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷെ നമ്മുടെ ബ്രെയിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, നമുക്കിങ്ങനെ ഹാപ്പിനെസ് തരുന്നൊരു സാധനം ചെയ്തിട്ട് നമ്മൾ പോയി വേറൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ പറയും ഇതിനകത്ത് അത്ര ഹാപ്പിനെസ് ഇല്ല, മറ്റേത് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളിപ്പം ഇടയ്ക്ക് പഠിക്കുന്നതിനിടയ്ക്ക് ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നത് കൊണ്ടാണല്ലോ. നമ്മൾ പോയി പഠിക്കുമ്പോൾ ഭയങ്കര ബോർ പരിപാടിയായിട്ട് നമ്മൾ എന്നിട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിലാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സാധനം വരും. പിന്നെ മറ്റേ ചെയ്യുമ്പോൾ ഭയങ്കര ബോറടിയാണ്. ഞാൻ എഴുതാനിരിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഫോൺ മാറ്റി വെക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ എന്നിട്ട് നീ എഴുതുന്നത് ഫോണില്. ഞാൻ എഴുതുന്ന ഫോണിൽ ഞാനത് ആപ്പ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ അറിയില്ല. ഞാൻ മറ്റേ ഇതിടും, മറ്റേ ഒരു ആപ്പ് ഉണ്ട്, എനിക്കൊരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിന് വേറെ ആപ്പ് എടുത്തേക്കോ, ഇതാ അഡിക്ഷൻ അല്ലേ? ഇങ്ങനെ ഓരോന്നിനും പുതിയ പുതിയ ആപ്പുകൾ എടുക്കുന്ന അഡിക്ഷൻ. ഞാൻ ഇരുന്ന് പറയുന്നത് ഞാൻ ഫോൺ അധികം ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ 12 മിനിറ്റ് 14 മിനിറ്റ് ആവറേജ്. ഫോണിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് തോന്നിയിട്ടുള്ള, നമ്മൾ ഒരിടത്ത് ചെന്ന് പോസ്റ്റ് ആയി കഴിഞ്ഞാൽ വേറെ ആരും വേണ്ട, നമ്മൾ എൻ്റെ വണ്ടി തള്ള എനിക്കൊരു തെണ്ടിയുടെ ചായ വേണമെന്ന് പറഞ്ഞാൽ ഫോൺ എടുത്ത് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരാളെ ഇഗ്നോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എന്നോട് സംസാരിക്കാൻ വന്നിരുന്ന വഴി ഫോൺ എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു ഹെഡ്സെറ്റ് വെച്ചിരുന്ന പിന്നെ ഇവനോട് ഉണ്ടണ്ട. അതൊരു ഭയങ്കര പ്ലസ് ആണ്. പക്ഷെ ആൾക്കാരിങ്ങനെ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല, ഫോണിൽ തന്നെ നോക്കിയിരിക്കല്ലേ. അതൊരു ഭയങ്കര മൈനസാണ്. ഇതുപോലുള്ള പ്ലസും മൈനസുകളും നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. എൻ്റെ പേരൻസ് ഒക്കെ ഇപ്പൊ ഫുൾ ഷോർട്സ് ആണ് കാണുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ആ ഒരു അവര് മിക്കവാറും എന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോ എന്ത് ബോറവൻ, ഓ ഈ ഒരെണ്ണം മാത്രമല്ല. ശരിക്കും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഏജ്, അതായത് കുട്ടികൾ ഉപയോഗിച്ച് വഴിയേറ്റം എന്നുള്ളതല്ല, ഏജ് ഇതില്ല. നമ്മളും കുറെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് മോശമാണ്, നമ്മൾ തന്നെ അഡ്രസ് ചെയ്തല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന രീതി. സോ ഇതിനെ പ്രായഭേദമന്യേ വർഗ്ഗഭേദമന്യേ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കുന്നതിനകത്ത് കുറേ വഴിതെറ്റലുകൾ അല്ലെങ്കിൽ കുറേ മിസ്യൂസ് സംഭവിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാന്നുള്ളേ ഉള്ളൂ. അവെയർ ആയിരിക്കുക, ഇതിന് ഇത്ര പ്ലസ്സുകളുണ്ട്, ഇതുപോലെ മൈനസുകളുണ്ട്. അതനുസരിച്ച് നമ്മളിതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുക. പ്രൈവസി പോയി എന്നുള്ളത് കൺഫേം ആണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് പോകും. നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗം ആൾക്കാരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന വിധത്തിലാകട്ടെ, കുട്ടികൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ മിസ്യൂസ് ആൻഡ് യൂസേജ് ശരിക്കും മനസ്സിലാക്കുന്ന വിധത്തിലാകട്ടെ, പേരൻസ് ഇത് ഗൈഡ് ചെയ്യാൻ പറ്റട്ടെ. ഇത് ഉപയോഗിച്ച് വഷളായ പേരൻസും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോസ് ആൾക്കാർ കൂടുതൽ കാണട്ടെ. ഡ്രഗ്സ് പോലെയാണ്, നിങ്ങൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാവുള്ളൂ, അത്രേ ഉള്ളൂ. ആ കൂടുതൽ നമ്മുടെ കെയർ ഫ്രീ ആയിട്ട് കാണാമെന്ന് നല്ല മെസ്സേജ്. നമ്മുടെ വീഡിയോ കെയർ ഫ്രീ ആയിട്ട് കണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സ്മാർട്ട് ഫോണിലുള്ള ഈ എപ്പിസോഡ്. നന്ദി, നമസ്കാരം. അടുത്തൊരു എപ്പിസോഡ് ടോക്സുമായി നമ്മൾ തിരിച്ചു വരുന്നു. ദേവാരിയുടെ ഫോൺ